ഞാനെന്നും നിൻ്റെ മാത്രം. ഈ കൊച്ചു നോവലിലെ ഒരു പ്രധാന ഏടുകളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകട്ടെ. ശേഖറിൻ്റെ അമേരിക്കൻ യാത്ര. അവധിക്കാലം വളരെ പെട്ടെന്ന് കഴിഞ്ഞു. കാവ്യയ്ക്ക് അവധിക്കാലം കഴിഞ്ഞ ശേഷം അമേരിക്കയിലേക്ക് പോകേണ്ട സമയമായി. വെക്കേഷൻ 2 മാസവും കാവ്യ വേദികയോടൊപ്പമാണ് താമസിച്ചത്. +2 ഫലം വന്ന ഉടനെ കാവ്യയ്ക്ക് അമേരിക്കയിലേക്ക് തുടർന്ന് പഠിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ വേദിക ആരംഭിച്ചു. പഠനത്തിൽ മിടുക്കിയായതിനാൽ എല്ലാ കാര്യത്തിലും അവളെ സഹായിക്കണമെന്ന് വേദികയ്ക്ക് വിശ്വാസവും ഉറപ്പുമുണ്ടായിരുന്നു. അവൾ മിടുക്കിയാണ്, അവളെ നന്നായി പഠിപ്പിക്കണം. അമേരിക്കയിലെ ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ അവൾക്ക് പ്രവേശനം ലഭിച്ചു. തൃശ്ശൂരിൽ പോയി ദേവകിയെ കണ്ട് അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് കാവ്യ അമേരിക്കയിലേക്ക് പുറപ്പെട്ടത്. കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണ് ലഭിച്ചത്. ആദ്യമായി വിമാനത്തിൽ കയറുന്നതിൻ്റെ അന്താളിപ്പും ആശങ്കയും കാവ്യയുടെ മുഖത്ത് വ്യക്തമായിരുന്നു. വേദിക കാവ്യയുടെ താമസ സ്ഥലം ഒരുക്കുന്നതിനും അവളെ സ്വീകരിക്കുന്നതിനുമായി നേരത്തെ പോയിരുന്നു. ലണ്ടനിൽ നിന്നും കാവ്യയെ സ്വീകരിച്ച ശേഷം ഒരുമിച്ച് അമേരിക്കയിലേക്ക് പോകുന്ന വിധത്തിലാണ് അവർ യാത്ര പ്ലാൻ ചെയ്തിരുന്നത്. കാവ്യയ്ക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും വരരുതെന്ന് വേദികയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാവ്യയുടെ മനസ്സ് ചരട് പൊട്ടിയ പട്ടം പോലെ പറക്കുകയായിരുന്നു. ഫ്ലൈറ്റിന് സമയമായി. അവൾ വെയിറ്റിംഗ് റൂമിൽ നിന്നും ബാഗുകളെടുത്ത് ഫ്ലൈറ്റ് കയറുന്നതിനായി എഴുന്നേറ്റ് എസ്കലേറ്ററിനടുത്തേക്ക് നടന്നു. പെട്ടെന്നാണ് ആ കാഴ്ച കണ്ടത്. 60-നോടടുത്ത് പ്രായമായ ഒരാൾ ബോർഡിംഗ് പാസുമായി എസ്കലേറ്ററിൽ നിൽക്കുന്നു. ഒരു കൈയിൽ ലാപ്ടോപ്പ് ബാഗും മറ്റൊരു കൈയിൽ വാക്കിംഗ് സ്റ്റിക്കുമുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ എസ്കലേറ്റർ മുകളിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് അപ്പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. കയ്യിൽ നിന്നും വാക്കിംഗ് സ്റ്റിക്ക് തെന്നി അദ്ദേഹം വീഴുന്ന പോലെ തോന്നി. കാവ്യ ഓടിച്ചെന്ന് അദ്ദേഹത്തെ പിടിച്ചുയർത്തി എസ്കലേറ്ററിന് പുറത്തെത്തിച്ചു. പെട്ടെന്നുണ്ടായ അപകടത്തിൽ സംയോജിതമായി പ്രവർത്തിച്ചതിനാൽ വലിയ പരിക്കൊന്നുമേൽക്കാതെ അദ്ദേഹം രക്ഷപ്പെട്ടു. അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. താൻ ഇത്രയും കാലം അന്വേഷിച്ച ആൾ ഇതാ തൻ്റെ മുന്നിൽ. ആ മനുഷ്യൻ തന്നെ രക്ഷിച്ച കുട്ടിയെ നന്ദിയോടെ ഇതിനിടയിൽ നോക്കുന്നുണ്ടായിരുന്നു. നന്ദിയുണ്ട് മോളെ. കുഴപ്പമില്ല അങ്കിൾ, അങ്ങേക്ക് എന്തെങ്കിലും പറ്റിയോ? ഗദ്ഗതം കൊണ്ട് അവളുടെ കണ്ടം മുറിഞ്ഞു. ഇല്ല മോളെ, നീ പിടിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നീ എവിടേക്ക് പോകുന്നു? ഞാൻ ടെക്സസിലേക്കാണ് അങ്കിൾ. കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്. ലണ്ടനിൽ ഇറങ്ങി മാറിക്കയറണം. അവിടെ അമ്മ വരും എന്നെ കൊണ്ടുപോകാൻ. എന്താ മോളുടെ പേര്? കാവ്യ. ഞാൻ ശേഖർ. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി. എനിക്കറിയാം അങ്കിൾ, അങ്ങയുടെ പുസ്തകങ്ങളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്കിൾ വളരെ ഫേമസ് അല്ലേ? അത് പറയുമ്പോൾ കാവ്യയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ആഹാ, അത് ശരി, കൊള്ളാമല്ലോ. ശേഖർ പുഞ്ചിരിച്ചു. ദീർഘദൂര യാത്ര വിരസമാണ് കുട്ടി. മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരു കൂട്ടായല്ലോ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതിൻ്റെ വിഷമത്തിലെന്നോണം ശേഖർ പറഞ്ഞു. ഇനി ഒറ്റപ്പെടില്ല അങ്കിൾ, ഞാനില്ലേ കൂട്ട്. അങ്കിൾ ഒറ്റയ്ക്കാണെന്ന് എന്താ അങ്ങനെ വിചാരിക്കുന്നത്? കാവ്യ അർത്ഥവത്തായി പറഞ്ഞു. ശേഖർ അത് കേട്ട് പുഞ്ചിരിച്ചു. വിമാനത്തിനുള്ളിൽ എയർ ഹോസ്റ്റസ് ഇരുവരെയും അവരവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് നയിച്ചു. വിമാനം പറന്നുവരുന്ന സമയമായപ്പോഴേക്കും കാവ്യ എയർ ഹോസ്റ്റസുമായി ചങ്ങാത്തം കൂടി. ശേഖറിൻ്റെ സമീപത്തുള്ള ബിസിനസ് സീറ്റിലേക്ക് മാറി. അങ്കിൾ, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ? ഈ സീറ്റ് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചു.
അതിനെന്താ കുട്ടി, ഇരുന്നോളൂ, നമുക്കെന്തെങ്കിലും സംസാരിക്കാമല്ലോ. ശേഖരനും അത് വളരെ സന്തോഷമായി. ആട്ടെ, സക്സസിൽ എന്താണ് പരിപാടി? അവൾ അങ്കിളിനോട് ചോദിച്ചു. ഞാനൊരു കോൺഫറൻസിന് പോവുകയാണ്. അപ്പോൾ മോളോ? ഞാൻ +2 കഴിഞ്ഞ് തുടർ പഠനത്തിന് ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ ചേരാൻ പോകുന്നു. അഡ്മിഷൻ കാര്യങ്ങളിലെല്ലാം അമ്മ ശരിയാക്കിയിട്ടുണ്ട്. ഓഹോ, ഞാൻ കോൺവെക്കേഷൻ്റെ മുഖ്യ അതിഥിയാണ്. അതേ യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഞാൻ പോകുന്നത്. ഓ, വീണ്ടും അത്ഭുതം. കാവ്യ ചിരിച്ചു. അങ്കിളിന് കാലിന് എന്ത് പറ്റി? ഓ കുട്ടി, അതൊരു വലിയ കഥയാണ്. ശേഖർ ലാപ്ടോപ്പ് ബാഗിൽ നിന്നും എടുത്ത് അതിൽ നിന്ന് ഒരു പുസ്തകം പുറത്തേക്കെടുത്ത് കാവ്യക്ക് നൽകി. അങ്കിൾ, ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് അങ്ങയെപ്പറ്റി. അങ്കിൾ ഒരുപാട് പേരെ സഹായിക്കാറുണ്ടെന്നും കേട്ടിട്ടുണ്ട്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അങ്കിളിനെ കാണണമെന്നത്. മോളെ, ഞാനൊരു എൻജിനീയർ ആയിരുന്നു. പിന്നീട് എപ്പോഴൊക്കെയോ എങ്ങനെയൊക്കെയോ ഇഷ്ടമുള്ളതെല്ലാം എഴുതിക്കൂട്ടി ഒരു ചെറിയ എഴുത്തുകാരനായി. അത് മറ്റുള്ളവർക്ക് എന്തോ ഇഷ്ടപ്പെട്ടു. പൊതുജനങ്ങൾക്കും എല്ലാവർക്കും അത് ഇഷ്ടമായതിനാൽ ഞാൻ ഈ വയസ്സാം കാലത്ത് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. ആ യാത്രയിലുടനീളം അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. തൻ്റെ അച്ഛൻ അടുത്തുള്ളത് കൊണ്ടാവണം വിമാനത്തിലെ ആദ്യ യാത്ര കാവ്യയ്ക്ക് പേടിയൊന്നും തോന്നിയില്ല. സംസാരത്തിനിടെ എപ്പോഴോ കവി ഉറങ്ങിപ്പോയി. എയർ ഹോസ്റ്റൻസിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടാണ് അവർ ഉണർന്നത്. പ്രിയ യാത്രക്കാരെ, കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾ ഇറങ്ങാനുള്ള സമയമായി. ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾക്കായി നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു.